ന്യൂസ് നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഈ നാട്ടിലെ ഒരു മില്യനറിന് പുതിയ വണ്ടി എടുത്തത്. ഞാൻ വെറുതെ ഇരിക്കുക, ഞാനിന്ന് അവൻ്റെ വണ്ടി ഓടിച്ച് മാത്രം പോവാം. അവനങ്ങനെ വെറുതെ അവൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാൻ അവൻ്റെ വീട്ടിൽ എല്ലാം മാസ്ക് ഇതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഗൈസ്. നമുക്ക് പോയി അവൻ്റെ നമ്മളൊക്കെ പറഞ്ഞ പ്രോ കള്ളന്മാരാണ്. നമുക്ക് ഈ നാട്ടിലെല്ലാം നമ്മളെ മോട്ടിക്കും ഗൈസ്. ഞാനങ്ങനെ മാസ്ക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കിനി അവൻ്റെ അടുത്തോട്ട് പോവാം. അവൻ്റെ ബൈക്ക് ഞാൻ ന്യൂസിൽ കേട്ടത് ഏതൊരു ട്രോൺ ബൈക്ക് എന്നാണ് ഗൈസ്. അത് ഈ ലോകത്തിലെ ഏറ്റവും റെയറായിട്ടുള്ള ബൈക്കാണ് ഗൈസ്. ഞാനാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ. ഞാനിവിടെ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഗൈസ്, ഇത് നമ്മുടെ ഡ്രോൺ ബൈക്കാണ് ഇത്. പക്ഷെ എനിക്കാണെങ്കിൽ ഈ ഡ്രോൺ ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതാണ് ഗൈസ്. ഞാനാണെങ്കിൽ എനിക്ക് എനിക്കൊരു പുതിയ വീട് മേടിക്കാൻ പോകണം ഗൈസ്. അതുവരെ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ വെക്കുന്നത്. നമുക്കവിടെ അറിയാം, അത് രമേശൻ്റെ വീട്. അവൻ ഭയങ്കര മാറി ജസ്റ്റ് ഗൈസ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ എൻ്റെ വില കൂടിയ ട്രോൺ ബൈക്ക് വെച്ചിട്ടുണ്ട്. നീ അത് സൂക്ഷിച്ചോടാ. അതിന് വല്ലതും പറ്റിയ ഞാൻ നിന്നെ സസ്പെൻഷൻ നിന്നെ ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ പുറത്താക്കുക. ശരി സാറേ, ഞാൻ ഈ ട്രോൺ ബൈക്ക് കളയില്ല സാറേ. ഞാൻ സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെച്ചാൽ തനിക്ക് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ വെക്കണ്ട. അവിടെ വെച്ചാൽ കള്ളന്മാർ കാണും. നമുക്ക് അവിടെ അതിൻ്റെ പുറകിൽ വെക്കാം. എടാ, ഞാൻ വന്നത് എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ എൻ്റെ ബൈക്കൊന്ന് പുറകിലോട്ട് വെക്കാൻ പറഞ്ഞു, അല്ലാതെ നിങ്ങൾക്കൊന്നുമല്ല. അവിടെ പോയി നിലവിളിയാ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ കാര്യമൊന്നുമല്ല. എന്നാലും ഇങ്ങനെയൊക്കെ എന്തൊരു ഷോ. ഒരു ട്രോൺ ബൈക്ക് മേടിച്ചെന്ന് വിചാരിച്ച് എന്തോ ഞാനും മേടിക്കും. ഇങ്ങനെയൊക്കെ മാത്രമേ പക്ഷേ എനിക്ക് മേടിക്കും. ഞാൻ ഒരു പാവപ്പെട്ടവരായോണ്ട് ഇത് നല്ലതെങ്കിൽ വേറെ ആരെങ്കിലും എഴുതെങ്കിൽ അവൻ്റെ തലമുണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോടോ താൻ വല്ലതും പറഞ്ഞോ? അവൻ വല്ലതും പറഞ്ഞോടാ? ഇല്ല സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാൽ തനിക്ക് നല്ലത്, ഞാൻ പോവാ. എയറോപ്ലെയിന് ആണ് കേസ് പോകുന്നത്. എനിക്കിവിടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവനാണെങ്കിൽ റിച്ചസ്റ്റ് മാനാണെങ്കിൽ മില്യനറാണെങ്കിൽ അവൻ അമേരിക്കയിൽ പോയിരിക്കുകയാണ് ഗൈസ്.
അവന് ഒരു വീട് വേണോ, വീടിന് പോയേക്കുവാണെങ്കിൽ ഇതാണ് പറ്റിയ സമയം. അവൻ പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ വെക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അവനെന്തോ പറഞ്ഞ് ഞാൻ ഭയങ്കര സീനാണ്. അവന് എന്നെ പേടിയാ ഗൈസ്, എല്ലാവർക്കും പേടിയാ ഗൈസ്. നമുക്ക് എന്നാലും പതുക്കെ അവിടെ പോയി എടുക്കാം. പോലീസ് കാണാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ ആണെങ്കിൽ ഇപ്പം പോലീസൊന്നും ഇല്ല ഗൈസ്, ഒരു പോലീസേ ഉള്ളൂ. ഇവിടുത്തെ പോലീസുകാർക്കെല്ലാം ഭയങ്കര പേടിയാ ഗൈസ്. എൻ്റെ പിന്നെ ഫുള്ള് വെപ്പൺസ് നമുക്ക് ആദ്യം പതുക്കെ പോയി എൻ്റെ AK-47 ഉണ്ട്, അതുകൊണ്ട് അവനെ വെടിവെച്ച് കൊള്ളാം. എന്തുകൂടെ അവിടെ ഒരു ശബ്ദം എൻ്റെ തലയിലാണ്. അവൾ കിടക്ക്. ഞാൻ എന്നെ വെറുതെ ബോധം കെടുത്തിയേക്കുന്നേ ഉള്ളൂ. ഇനി ഇതുവല്ല പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ വെടിവെച്ച് കൊല്ലു. ആരോടും പറയത്തില്ല. സാറാ വണ്ടി എടുത്ത് പോയിക്കോ. തനിക്ക് നല്ലത്. എൻ്റെ വണ്ടി അവനോട് പോയി. നമുക്കിനി വീട്ടിലോട്ട് തന്നെ കേസ് പോകാം. ഇവിടെ ഒരു വണ്ടി പോലും കാണുന്നില്ല. ഇനി എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ തെറ്റാണോ? വേഗം നമുക്ക് പോകാം, രക്ഷപ്പെടാം. എയർപ്ലെയിനിൽ കയറി സ്ഥലത്തോട്ട് പോവാം. സാധാരണ കുറ്റമല്ലോ, ഒരു പോലീസുകാരനെ നീ വെടിവെച്ച് കൊന്നു.
രക്ഷപ്പെട്ടായിരുന്നു ഗൈസ്. പക്ഷേ ഞാനാണെങ്കിൽ അവസാനം ഇവിടെ തന്നെ വിട്ടു. സമാധാനം. ഇനി എന്നെയാണെങ്കിൽ സെൻട്രലിലോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. എന്നാലും എന്തൊരു വിധിയാണ് ഗൈസ് ഇത്. വല്ലത്തിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് എടുക്കാൻ പോയത്. എന്നോത്തിനോട് എന്നെ എനിക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ച് തരാൻ തന്നെ. ഒന്ന് അടങ്ങിയിരിക്കണം. അടുത്ത ദിവസം ട്രെയിനിൽ പോകട്ടെ. ഓക്കെ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നാളെ സെൻട്രൽ പോവുകയാണ്. എന്നാൽ ഓക്കെ ഗൈസ്, ബൈ ബൈ. രാവിലെ എഴുന്നേറ്റിട്ട് ന്യൂസ് നോക്കിയപ്പോഴാണ് ഞാൻ നമ്മുടെ ഈ നാട്ടിലെ ഒരു മില്ലിയനറിന് പുതിയ വണ്ടി എടുത്തത്. ഞാൻ വെറുതെ ഇരിക്കുക. ഞാനിന്ന് അവൻ്റെ വണ്ടി അടിച്ച് മാറ്റാൻ പോകാം. അവനങ്ങനെ വെറുതെ അവൻ്റെ വീട്ടിൽ നിന്നും പോകുന്നത്. ഞാൻ അവൻ്റെ വീട്ടിൽ എല്ലാം മാസ്ക് ഇതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഗൈസ്. നമുക്ക് പോയി അവൻ്റെ നമ്മളൊക്കെ പറഞ്ഞ പ്രോ കള്ളന്മാരാണ്. നമുക്ക് ഈ നാട്ടിലെ എല്ലാം നമ്മൾ മോട്ടിക്കും ഗൈസ്. ഞാനങ്ങനെ മാസ്ക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കിനി അവൻ്റെ അടുത്തോട്ട് പോവാം. അവൻ്റെ ബൈക്ക് ഞാൻ ന്യൂസിൽ കേട്ടത് ഏതൊരു ട്രോൺ ബൈക്ക് എന്നാണ് ഗൈസ്. അത് ഈ ലോകത്തിലെ ഏറ്റവും റെയറായിട്ടുള്ള ബൈക്കാണ് ഗൈസ്. ഞാനാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ. ഞാനിവിടെ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഗൈസ്. ഇത് നമ്മുടെ ഡ്രോൺ ബൈക്കാണ് ഇത്. പക്ഷെ എനിക്കാണെങ്കിൽ ഈ ഡ്രോൺ ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതാണ് ഗൈസ്. ഞാനാണെങ്കിൽ എനിക്ക് എൻ്റെ നാട്ടിൽ എനിക്കൊരു പുതിയ വീട് മേടിക്കാൻ പോകണം ഗൈസ്. അതുവരെ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ വെക്കുന്നത്. നമുക്കവിടെ അറിയാം അത് രമേശൻ്റെ വീട്. അവൻ ഭയങ്കര മാറി ജസ്റ്റ് ഗൈസ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ എൻ്റെ വില കൂടിയ ട്രോൺ ബൈക്ക് വെച്ചിട്ടുണ്ട്. നീ അത് സൂക്ഷിച്ചോടും. അതിന് വല്ലതും പറ്റിയ ഞാൻ നിന്നെ സസ്പെൻഷൻ നിന്നെ ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ പുറത്താക്കും. ശരി സാറേ. ഞാൻ ഈ ട്രോൺ ബൈക്ക് കളയില്ല സാറേ. ഞാൻ സൂക്ഷിച്ച് വെക്കാം. സൂക്ഷിച്ച് വെച്ചാൽ തനിക്ക് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ വെക്കണ്ട. അവിടെ വെച്ചാൽ കള്ളന്മാര് കാണും. നമുക്ക് അവിടെ അതിൻ്റെ പുറകിൽ വെക്കാം. എടാ, ഞാൻ വന്നത് എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ എൻ്റെ ബൈക്കൊന്ന് പുറകിലോട്ട് വെക്കാൻ പറഞ്ഞ, അല്ലാതെ നിങ്ങൾക്കൊന്നുമല്ല. അവിടെ പോയി നിലവിളിയാ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ കാര്യമൊന്നും അല്ലത്. എന്നാലും ഇങ്ങായിരിക്കുമല്ലോ എന്തൊരു ഷോ. ഒരു ട്രോൺ ബൈക്ക് മേടിച്ചെന്ന് വിചാരിച്ച് എന്തോ ഞാനും മേടിക്കും. ഇങ്ങായിരിക്കും മാത്രമല്ല ഷോ. എനിക്ക് മേടിക്കും. ഞാൻ ഒരു ചെറിയ ഒരു പാവപ്പെട്ടവരായോണ്ട്
ഇരുന്ന്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ്റെ തലമുണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൂടോ താൻ വല്ലതും പറഞ്ഞോ? അവൻ വല്ലതും പറഞ്ഞോടാ? ഇല്ല സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാ തനിക്ക് നല്ലത്, ഞാൻ പോവാ. എയറോപ്ലെയിന് ആണ് ഗൈസ് പോകുന്നത്. എനിക്കിവിടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ അവനാണെങ്കിൽ റിച്ചസ്റ്റ് മാനാണെങ്കിൽ, മില്യണയർ ആണെങ്കിൽ അവൻ അമേരിക്കയിൽ പോയിരിക്കുകയാണ് ഗൈസ്. അവന് ഒരു വീട് വേണം, വീടിന് പോയേക്കുവാണ് ഗൈസ്. ഇതാണ് പറ്റിയ സമയം. അവൻ പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ വെക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഗൈസ്. അവൻ എന്തോ പറഞ്ഞ് ഞാൻ ഭയങ്കര സീനാണ്. അവന് എന്നെ പേടിയാ ഗൈസ്, എല്ലാവർക്കും പേടിയാ ഗൈസ്. എനിക്ക് എന്നാലും പതുക്കെ അവിടെ പോയി എടുക്കാം. പോലീസ് കാണാതിരുന്നാൽ മതിയത്. പക്ഷെ അവിടെ ആണെങ്കിൽ ഇപ്പം പോലീസൊന്നും ഇല്ല ഗൈസ്. ഒരു പോലീസേ ഉള്ളൂ. ഇവിടുത്തെ പോലീസുകാർക്കെല്ലാം ഭയങ്കര പേടിയാ ഗൈസ്. എൻ്റെ പിന്നെ ഫുള്ള് വെപ്പൺസ് ഉണ്ട്. നമുക്ക് ആദ്യം പതുക്കെ പോയി എൻ്റെ AK-47 ഉണ്ട്, അതുകൊണ്ട് അവനെ വെടിവെച്ച് കൊള്ളാം. എന്തുകൂടെ അവിടെ ഒരു ശബ്ദം നിന്റെ തലയിലാടാ. അവൾ കിടക്ക്. ഞാൻ നിന്നെ വെറുതെ ബോധം കെടുത്തിയേക്കുന്നേ ഉള്ളൂ. ഇനി ഇതുവല്ല പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ വെടിവെച്ച് കൊല്ലു. ആരോടും പറയത്തില്ല സാറാ, എൻ്റെ അടുത്ത് പോയിക്കോ. തനിക്ക് നല്ലത്. എൻ്റെ വണ്ടി അവനോട് പോയി. നമുക്കിത് വീട്ടിലോട്ട് തന്നെ കഴിച്ച് പോകാം. ഇവിടെ ഒരു വണ്ടി പോലും കാണുന്നില്ല. ഇനി എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ തെറ്റാണോ? പോലീസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. വേഗം നമുക്ക് പോകാം, രക്ഷപ്പെടാം. എയർപ്ലെയിനിൽ കയറി സ്ഥലത്തോട്ട് പോവാം. സാധാരണ കുറ്റമൊന്നുമില്ല. ഒരു പോലീസുകാരനെ നീ വെടിവെച്ച് കൊന്നു.
ഗൈസ് ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടായിരുന്നു ഗൈസ്. പക്ഷേ ഞാനാണെങ്കിൽ അവസാനം ഇവിടെ തന്നെ വിട്ടു. സമാധാനം. ഇനി എന്നെയാണെങ്കിൽ സെൻട്രലിലോട്ട് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. എന്നാലും എന്തൊരു വിധിയാണ് ഗൈസ് ഇത്. വല്ലത്തിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് എടുക്കാൻ പോയത്. എന്നോത്തിനോട് എന്നെ എനിക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ച് തരാൻ തന്നെ. ഒന്ന് അടങ്ങിയിരിക്കണം. അടുത്ത ദിവസം ട്രെയിനിൽ പോകാം. ഓക്കെ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നാളെ ട്രെയിനിൽ പോവുകയാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ.